കാടാമ്പുഴ അമ്പലത്തിൻ്റെ എൻട്രൻസ് ആണിത്. പക്ഷേ അവിടെ ഈ ഉത്സവം ആയതുകൊണ്ടേ ഈ പുരകളും മറ്റേ ടാർപോളിനൊക്കെ കെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് മുട്ടറുക്കൽ എന്ന് പറയുന്നൊരു സംഭവമാണ്. മുട്ടറുക്കൽ എന്ന് വെച്ചാൽ ഈ നാളികേരം നമ്മളെ കൗണ്ടറിൽ നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണോ അല്ലെങ്കിൽ എന്തിനൊക്കെയാണ് തടസ്സങ്ങൾ, ആ തടസ്സങ്ങളെല്ലാം മാറ്റാൻ പ്രാർത്ഥിച്ച് ആ തടസ്സത്തിനനുസരിച്ചുള്ള റെസിപ്റ്റ് എഴുതി ആ റെസിപ്റ്റ് എഴുതുമ്പോഴത്തേക്കും നമുക്കിപ്പം കല്യാണം നടക്കാത്തവരാണെങ്കിൽ അങ്ങനെ, വിദ്യാഭ്യാസ സംബന്ധമാണെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും മുട്ടറുക്കൽ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അങ്ങനെ ആ മുട്ടറുക്കൽ എന്ന് നമ്മൾ അതിൻ്റെ എണ്ണം അനുസരിച്ച് റെസിപ്റ്റ് നാളും പേരും പറഞ്ഞ റെസിപ്റ്റും നാളികേരവും നമ്മൾ ഇവിടെ തന്നെ കൗണ്ടറിൽ തന്നെ കിട്ടും. ഇത് നമ്മൾ അകത്ത് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളെ പേരും നാളും തിരുമേനി വായിച്ചിട്ട് ഇത് അവിടെ ഉടയ്ക്കും. ആ ഉടയ്ക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഉടയാനെന്തെങ്കിലും തടസ്സമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴത്തന്നെ ആ തിരുമേനി അത് പറയും. അതാണ് മുട്ടറുക്കൽ എന്ന് പറയുന്ന ചടങ്ങ്. മുട്ടറുക്കൽ ഇവിടെ രാവിലെ 5 മണി മുതൽ 12 മണി വരെയാണ്. 11 മണിക്കകത്ത് അതിൻ്റെ റെസിപ്റ്റ് നമ്മൾ എടുക്കേണ്ടതാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന് ഇത് ഷൂട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അകത്തേക്ക് കയറാനോ അകത്ത് വീഡിയോ ക്യാമറയോ ഒന്നും അനുവദനീയമല്ല. അതുകൊണ്ടാണ് അകത്തേക്ക് കയറാൻ കഴിയാത്തത്. അകത്ത് നമുക്ക് ക്യാമറ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇങ്ങനെ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. പക്ഷെ അകത്ത് ഭയങ്കര രസമാണ് കേട്ടോ. ആ പഴയ അമ്പലം അതുപോലെ തന്നെ കാത്ത് സംരക്ഷിച്ച് പോരുന്നു. അതിന് വേറെ ഈ വെളിയിലത്തെ ചേഞ്ചുകൾ മാത്രമേ ഉള്ളൂ. അകത്ത് യാതൊരുവിധ ചേഞ്ചുകളുമില്ല. ഇവിടെ നിറയെ കളിപ്പാട്ട കടകൾ, നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഫാൻസി ഐറ്റംസ്, അങ്ങനെയുള്ള നിരവധി കടകൾ ഉണ്ട്. ഈ മതിലിൻ്റെ ഒരു സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ ചെടികളാണ് വലിയ വലിയ ഡ്രമ്മുകളിൽ വെച്ചിരിക്കുന്നത്. ആ മതിൽ തന്നെ കണ്ടില്ലേ, ചെത്തുകല്ല് വെട്ടി കെട്ടിയ മതിലുകളാണ്. എല്ലാം നല്ല ആ പഴമ അതുപോലെ തന്നെ നിലനിർത്തുന്നു. ഇതിൻ്റെ റോഡിൻ്റെ രണ്ട് സൈഡും ഇൻ്റർലോക്കാണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിലൊരു പഴമ ഫീൽ ചെയ്യുന്ന നല്ലൊരു അമ്പലം.